സോ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ഡോർസൽ കോളം പാത്വേ ആണ്. സോ ഡോർസൽ കോളം പാത്വേ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഡോർസൽ കോളം പാത്വേ എന്ന് പറഞ്ഞൊരു സെൻസറി പാത്വേ ആണ്. അതായത് ഒരു സെൻസ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അത് ക്യാരി ചെയ്യുക. അതായത് മോട്ടോർ, അതായത് മസിൽ ഫങ്ഷൻസിനുള്ള ഇന്നർവേഷൻ അല്ല ഒരു ഡോർസൽ കോളം പാത്വേ. സോ ഇറ്റ് ഗിവ്സ് സെൻസ്. ഓക്കെ, these are the senses that are carried through the dorsal column pathway. First one is the fine touch. That is ഒരു ഫെദർ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ച് നമ്മൾ അപ്പർ ലിംബിലോ ലോവർ ലിംബിലോ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു സെൻസേഷൻ ക്യാരി ചെയ്യുന്നത് ഡോർസൽ കോളം പാത്വേ ആണ്. പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചിട്ട് നമ്മുടെ ഒരു ജോയിന്റിന്റെ ഒരു പൊസിഷൻ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു സെൻസിനെയാണ് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയാം. ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു ബോഡിയിൽ നമ്മുടെ 2 പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ആ 2 പോയിന്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതാണ് ടാക്ടൈൽ ഡിസ്ക്രിമിനേഷൻ. സ്റ്റീരിയോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമുക്ക് കണ്ണടച്ചിട്ട് നമ്മുടെ കയ്യിൽ തന്നാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ ഇതൊരു പെന്നാണ്, പക്ഷെ ഞാനത് കണ്ണടച്ചിട്ട് വേറൊരാൾ തന്നാലും എനിക്കിത് ടച്ച് ചെയ്തിട്ട് പ്രീവിയസ് മെമ്മറി കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് ഒരു പാനയാണ്. സോ അതാണ് സ്റ്റീരിയോഗ്നോസിസ്. സോ ഈ സെൻസുകളാണ് നമ്മൾ ഡോർസൽ കോളം വഴി ക്യാരി ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഡോർസൽ കോളം പാത്ത് എടുക്കാൻ വേണ്ടിയിട്ട് 2 സ്ഥലത്ത് നിന്നുള്ള സെൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈൻ ടച്ച് തന്നെ. ഫൈൻ ടച്ച് ഞാൻ അപ്പർ ലിംബിൽ നിന്നും ലോവർ ലിംബിൽ നിന്നും, അതായത് അപ്പർ ലിംബിൽ ഞാനൊരു കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തു, ലോവർ ലിംബിൽ കോട്ടൺ വെച്ച് ഞാൻ ടച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു പാത്ത് എങ്ങനെയാണ് അസെൻഡ് ചെയ്യണമെന്ന് നോക്കാം. Let this be upper limb, sensation from upper limb, and this be lower limb, sensation from lower limb. Okay. So nerve fibers from upper limb and lower limb goes like this, and carries the nerve fibers to this spinal cord cross section. This is a spinal cord cross section. So this nerve that is coming from the upper limb and lower limb goes into the spinal cord, and we have taken a cross section of spinal cord to visualize what is happening inside the spinal cord after this nerve has entered the spinal cord. Okay, so from upper limb and lower limb, fine touch is going through this nerve fiber. Now this nerve fiber is a particular type of nerve fiber. This is pseudo unipolar. This is a pseudo unipolar nerve fiber ആണ്. Pseudo unipolar nerve fiber ന് ഒരു സെൽ ബോഡി ഉണ്ടാവും. അതാണ് ഈ 2 സെൽ ബോഡികൾ. ഒരു സെൽ ബോഡികൾ ഉണ്ടാവും, 2 പ്രോസസ്സസ് ഉണ്ടാവും. ഒരു സെൻട്രലും ഉണ്ടാവും, ഒരു പെരിഫറൽ പ്രോസസ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെൻട്രൽ സ്പൈനൽ കോഡിന്റെ അടുത്തേക്ക് പോകണം, പെരിഫറൽ പ്രോസസ്സ് ഇവിടുന്ന് ഇത് ക്യാരി ചെയ്യണം, ആ സെൻസ് ക്യാരി ചെയ്യണം. സോ ദീസ് ആർ ദ സെൽ ബോഡീസ്. ഈ 2 ഇങ്ങനെ ഒരു ബൾബ് പോലെ കാണിക്കുന്നത് ഇതിന്റെ സെൽ ബോഡീസ് ആണ്. സ്യൂഡോ യൂണിപോളാർ ന്യൂറോണിന്റെ സെൽ ബോഡീസ് ആണ്. ഈ കളക്ഷൻ ഓഫ് സ്യൂഡോ യൂണിപോളാർ nerve fibers, ഈ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. So what is dorsal root ganglion? It is the collection of cell bodies of pseudo unipolar neuron outside the CNS. CNS is spinal cord and brain, so it is outside. So dorsal root ganglion. ഇത് കഴിഞ്ഞിട്ട് ഈ nerve fibers spinal cord cross section എത്തി. ഇനി അറിയേണ്ടത് 2 ട്രാക്റ്റുകളാണ്. ആ 2 ട്രാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ട്രാക്റ്റ് ആണ്. അതായത് ഇവിടുന്ന് മുകളിലോട്ട് പോവാ, ബ്രെയിനിലോട്ട് അസെൻഡ് ചെയ്ത് പോവാ. ആ 2 ട്രാക്റ്റുകളാണ് ഒരെണ്ണം ഫെസിക്കുലസ് ഗ്രസിലിസ്, ഫെസിക്കുലസ് ക്യൂനേറ്റസ്. അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഫെസിക്കുലസ് ക്യൂനേറ്റസ്, ഫെസിക്കുലസ് ഗ്രസിലിസ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി അറിയേണ്ടി വരും. ഫെസിക്കുലസ് ക്യൂനേറ്റസും ഫെസിക്കുലസ് ഗ്രസിലിസിലും ഏതാണ് സ്പൈനൽ കോഡിൽ മീഡിയയിൽ കിടക്കണം അത് അറിയേണ്ടി വരും. അതൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് പറഞ്ഞുതരാം. ഗ്രസിലിസ്, ഫെസിക്കുലസ് ഗ്രസിലിസ്. ഗ്രസിലിസ് ഒരു ലോവർ ലിംബ് മസിൽ അല്ലേ. സോ ഇറ്റ് ഈസ് അറ്റാക്ട് ത്രൂ the lower limb nerve fiber ascends upwards. അത് മനസ്സിലായല്ലോ. പിന്നെന്താ, ഗ്രസിലിസ് മീഡിയൽ കമ്പാർട്ട്മെന്റ് ഓഫ് ലോവർ ലിംബിൽ കിടക്കുന്ന മസിലാണ്. സോ ഫെസിക്കുലസ് ഗ്രസിലിസ് സ്പൈനൽ കോഡിന്റെ മീഡിയൽ സെക്ഷനിലായിരിക്കും. സോ ദിസ് ഈസ് ദ ഫെസിക്കുലസ് gracilis.
and this laterally placed will be the fasciculus cuneatus. So fasciculus gracilis limb muscle. അതിന്റെ അർത്ഥം എന്താ? അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പോൾ ഫെസിക്കുലസ് ഗ്രസിലിസ് ഈ ലോവർ ലിംബ് ഫൈബേഴ്സിനെ അസെൻഡ് ചെയ്യിക്കും. സോ ലോവർ ലിംബ് ഫൈബേഴ്സ് ഇവിടുന്ന് വന്നിട്ട് ഫെസിക്കുലസ് ഗ്രസിലിസ് വഴി അസെൻഡ് ചെയ്തു പോയി. അതുപോലെ തന്നെ അപ്പർ ലിംബ് ഫൈബേഴ്സ് സ്പൈനൽ കോഡിന്റെ ഉള്ളിലെത്തിയിട്ട് ഫെസിക്കുലസ് ക്യൂനേറ്റസ് വഴി മുകളിലോട്ടെത്തി. So they are now in the brainstem. This is the brainstem. What are the components of brainstem? Midbrain, pons and medulla. So this is the medulla, pons, midbrain, and I have also given thalamus. Okay. So these nerve fiber reach the first part, that is the most proximal to the spinal cord part, medulla. So inside the medulla there are two nucleuses. There are two nucleuses. This is one nucleus. This is another nucleus. Okay. These fibers from fasciculus gracilis and fasciculus cuneatus synapses onto these nucleuses which are present in the medulla. So these nuclei are known as gracilis nucleus, cuneate nucleus. From fasciculus gracilis to gracilis nucleus, from fasciculus cuneatus to cuneate nucleus. Okay, this is fasciculus nucleus, gracilis nucleus and cuneate nucleus. Okay. Now after synapsing into the cuneate and fasciculus nucleus, gracilis nucleus, another nerve fiber arises. So this nerve fiber ended here. This nerve fiber ഈ ഗ്രസിലിസിലും ക്യൂനേറ്റസിലും ന്യൂക്ലിയസിലും വന്നിട്ട് എൻഡ് ചെയ്തു കണ്ട നെർവ് എൻഡ് ചെയ്തു. ഇനി പുതിയൊരു നെർവ് അവിടെ നിന്ന് വരിക, നെർവ് ഫൈബർ അവിടെ നിന്ന് അറൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പുതിയ നെർവ് ഫൈബർ അറൈസ് ചെയ്തു. അത് എന്നിട്ട് എന്താ ചെയ്തത്? അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു, എന്നിട്ട് മുകളിലോട്ട് പോയിട്ട് ഇവിടേക്ക് എത്തി. ഇതേപോലെ തന്നെ ഇവനും ഇങ്ങോട്ട് വന്നു, ക്രോസ് ചെയ്തു, മുകളിലോട്ട് എത്തി. ഇവിടെ എന്തുണ്ടായി? ഈ ഗ്രസിലിസ് ന്യൂക്ലിയസും ക്യൂനേറ്റ് ന്യൂക്ലിയസും പുതിയൊരു നെർവ് ഫൈബർ വന്നു. ഈ പുതിയ നെർവ് ഫൈബർ വന്നിട്ട് ബ്രെയിൻ സ്റ്റെമിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്തു. അതായത് നേരെ മുകളിലോട്ട് പോയല്ല ചെയ്തത്, ക്രോസ് ചെയ്തു. ഡെക്കസേഷൻ, ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഡെക്കസേഷൻ. സോ ആഫ്റ്റർ ഡെക്കസേഷൻ ഈ പോണ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് മീഡിയൽ ലെമിനിസ്കസ് ഫൈബേഴ്സ്. These fibers are now known as medial lemniscal fibers. Okay അല്ലേ? ഈ ഡെക്കസേറ്റ് ചെയ്തു, ക്രോസ് ചെയ്തിട്ട് മുകളിലോട്ട് പോണ ഫൈബേഴ്സിനെ മീഡിയൽ ലെമിനിസ്കസ് ഫൈബർ എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ഈ മീഡിയൽ ലെമിനിസ്കസ് ഫൈബർ എവിടെ വന്ന് എൻഡ് ചെയ്തത്? നമ്മുടെ തലാമസിൽ വന്നിട്ടാണ് എൻഡ് ചെയ്തത്. തലാമസിൽ ഏത് പാർട്ട് വന്നിട്ട് എൻഡ് ചെയ്തത്? ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ പേരാണ് വെൻട്രൽ പോസ്ട്രോലാറ്ററൽ ന്യൂക്ലിയസ്. So I will repeat again, gracilis nucleus, cunate nucleus. So ഈ ഫൈബേഴ്സ് ക്യൂനേറ്റ് ന്യൂക്ലിയസും ഗ്രസിലിസ് ന്യൂക്ലിയസിനും ഡെക്കസേറ്റ് ചെയ്തു, എന്നിട്ട് വെൻട്രൽ പോസ്ട്രോലാറ്ററൽ ന്യൂക്ലിയസിൽ വന്നിട്ട് എൻഡ് ചെയ്തു. ഇവിടെ തുടങ്ങിയ നെർവ് അവിടെ വന്ന് എൻഡ് ചെയ്തു തലാമസിന്റെ വെൻട്രൽ പോസ്ട്രോലാറ്ററൽ ന്യൂക്ലിയസിൽ. എന്നിട്ട് ഈ വെൻട്രൽ പോസ്ട്രോലാറ്ററൽ ന്യൂക്ലിയസിൽ നിന്ന് ഒരു നെർവ് ഫൈബർ, അതായത് ഇത്ര നേരം രണ്ട് നെർവ് ഫൈബർ ആയിട്ടായിരുന്നു, ഇവിടുന്ന് ഒരു നെർവ് ഫൈബർ ആയിട്ട് ഒരു പ്രൊജക്ഷൻ വന്നിട്ട് എങ്ങോട്ട് പോയി? ഈ പാർട്ടിലോട്ട് പോയി. വാട്ട് ഈസ് ദിസ് പാർട്ട്? ദിസ് ദ സെൻസറി കോർട്ടെക്സ്. സെൻസറി കോർട്ടെക്സ് ഓഫ് ദ ബ്രെയിനിന്റെ, അതായത് ഇതൊരു സെൻസറി പാർട്ട് ആണല്ലോ. സോ ഇത് എത്തേണ്ട എവിടേക്കാ? സെൻസറി കോർട്ടെക്സിലേക്കാണ്. സെൻസറി കോർട്ടെക്സിന്റെ ഏത് പാർട്ടിലോട്ട് എത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് സെൻട്രൽ ഗയസ്. സോ ദിസ് പെർട്ടിക്കുലർ ഏരിയ ഇൻ ദ സെൻസറി കോർട്ടെക്സ്, ഈ പെർട്ടിക്കുലർ ഏരിയ ഇൻ ദ സെൻസറി കോർട്ടെക്സ് ഈസ് നോൺ ആസ് പോസ്റ്റ് സെൻട്രൽ ഗയസ്. സോ വെൻട്രൽ പോസ്ട്രോലാറ്ററൽ ന്യൂക്ലിയസിന് പോസ്റ്റ് സെൻട്രൽ ഗയറസിലോട്ട് നമ്മുടെ ഫൈബർ എത്തി. അപ്പൊ എന്തുണ്ടായി? നമ്മൾ ഈ അപ്പർ ലിംബിലും ലോവർ ലിംബിലും കൊടുത്ത ഫൈൻ ടച്ച്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈൻ ടച്ച് ആണ് എടുത്ത്, ഈ എല്ലാ സെൻസേഷനും ഇവിടെ വരെ എത്തി, സെൻസറി കോർട്ടെക്സിൽ എത്തി. അപ്പൊ നമുക്ക് എന്ത് പറ്റി? അതിനെ പെർസീവ് ചെയ്യാൻ പറ്റി. സോ അതാണ് ഈ പാത്തുകളുടെ ഇമ്പോർട്ടൻസ്. ആ ഒരു സെൻസ് പെർസീവ് ചെയ്യാനാണ് ഈ പാത്തുകളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ ഇത്ര പാത്തു ഇത്രയേ ഉള്ളൂ. ഇനി അതില് കുറച്ചുകൂടി കാര്യത്തിൽ എഴുതാണ്ട്. അതായത് ആദ്യത്തേത്, എത്ര ന്യൂറോൺസ് ഉണ്ട് ഇതില്?
എത്ര ന്യൂറോൺസ് ഉണ്ട് ഇതില് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ ഇവിടുന്ന് വന്നു, ഇത് കൂടെ കയറി, എന്നിട്ട് ഇവിടെ വന്ന് എൻഡ് ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഈസ് ദ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. അതായത് ആദ്യത്തെ ന്യൂറോൺ, ഈ പാത്വയിലെ ആദ്യത്തെ ന്യൂറോൺ ആണ് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ഉണ്ടാവുന്ന ആ സ്യൂഡോ യൂണിപോളാർ ന്യൂറോണിന്റെ ഫൈബേഴ്സ്. ഓക്കെ, അത് എവിടെ വരെ എൻഡ് ചെയ്തു? ഫെസിക്കുലസ് ആൻഡ് ഗ്രസിലിസ് ന്യൂക്ലിയസ് ഇൻ ദ മെഡുല്ല. ഗ്രസിലിസ് ആൻഡ് ക്യൂനേറ്റ് ന്യൂക്ലിയസ് ഇൻ ദ മെഡുല്ല. ഈ ഗ്രസിലിസ് ആൻഡ് ക്യൂനേറ്റ് ന്യൂക്ലിയസ് ഇൻ ദ മെഡുല്ല വേറൊരു ഫൈബറിന് കൊടുത്തു. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ന്യൂറോൺ ഇൻ ദിസ് പാത്വേ. സോ അത് എവിടെ നിന്ന് ഉണ്ടാവണേ? അത് ഈ ന്യൂക്ലിയസ് നിന്നാണ് ഉണ്ടാവുന്നത്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഓർഡർ ന്യൂറോൺ. സെക്കൻഡ് ഓർഡർ ന്യൂറോൺ അറൈസസ് ഫ്രം ദ ക്യൂനേറ്റ് ആൻഡ് ഗ്രസിലിസ് ന്യൂക്ലിയസ്. ഇനി അടുത്ത് അത് ഇങ്ങനെ പോയി അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്തു, വെൻട്രൽ പോസ്റ്ററോലാറ്ററൽ ന്യൂക്ലിയസിൽ വന്ന് എൻഡ് ചെയ്തു. ഈ വെൻട്രൽ പോസ്റ്ററോലാറ്ററൽ ന്യൂക്ലിയസിൽ വന്ന് എൻഡ് ചെയ്തു, അവിടുന്ന് പുതിയത് തുടങ്ങി. സോ തേർഡ് ഓർഡർ ന്യൂറോൺ എവിടെ നിന്നായിരിക്കും? ഈ വെൻട്രൽ പോസ്റ്ററോലാറ്ററൽ ന്യൂക്ലിയസ് എന്നാണ് തേർഡ് ഓർഡർ ന്യൂറോൺ. സോ ദിസ് ഈസ് എ ത്രീ ന്യൂറോൺ പാത്വേ. 3 ന്യൂറോൺസ് ആണ് ഈ പാത്വേയില് നമ്മൾക്ക് വർക്ക് ചെയ്യണത്. ഓക്കെ, സോ ദാറ്റ് മച്ച് ഇറ്റ്സ്. താങ്ക് യു.